നിലമ്പൂരിൽ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ജോത്സനെ കണ്ട ശേഷം പ്രശസ്ത ജോത്സ്യൻ പയ്യന്നൂർ മാധവ പൊതുവാളിനെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ടത്. ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ G ശക്തിധരൻ കഴിഞ്ഞ ദിവസം ഇക്കാര്യം സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെ വിഷയം സമൂഹമാധ്യമങ്ങളിലും ചർച്ചയായിരിക്കുകയാണ്. ഒരു വശത്ത് നിരന്തരം ഹൈന്ദവ രീതികളെ അവഹേളിക്കുന്നതിനിടെയാണ് ഈ ഇരട്ടത്താപ്പ്. പ്രജിത്ത് മോഹനൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, MV ഗോവിന്ദൻ എന്തായാലും ഇപ്പോൾ ജോത്സനെ കണ്ട ശേഷമാണ് നിലമ്പൂരിൽ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എന്നുള്ള വാർത്ത എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പൊതുമാധ്യമങ്ങളിലും സമൂഹമാധ്യമങ്ങളിലും അടക്കം ഇതൊരു വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. CPM ഇനി ഏത് തന്ത്രം മെനഞ്ഞാകും ഇതിനെ പ്രതിരോധിക്കുക? സാധാരണഗതിയിൽ CPM-ന് ഇതൊരു രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള സംശയം എന്തായാലും CPM നേതാക്കൾക്ക് ഇപ്പോഴേ വന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ അവർ ലക്ഷ്യമിടുന്ന വോട്ട് ബാങ്ക് ഇതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളൊരു മറ്റൊരു ചർച്ചയാണ്. എന്തായാലും ഇപ്പോൾ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ CPM പ്രഖ്യാപിച്ചത് നല്ല ദിവസം നോക്കി. അതുപോലെ AKP സെന്ററിന്റെ ഗൃഹപ്രവേശന കർമ്മം നടത്തിയത് ജോത്സനെ കണ്ട് ദിവസം കുറിച്ചതിന് ശേഷം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രശസ്ത ജ്യോത്സ്യനായ മാധവ പൊതുവാളെ 3 തവണ കണ്ടിരിക്കുന്നു. അത് ചിത്രങ്ങൾ സഹിതം പുറത്തുവിട്ടിരിക്കുന്നത് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ G ശക്തിധരൻ കൂടിയാണ്. അങ്ങനെ ഇതിൽ ഏറ്റവും പ്രസക്തമായ ചർച്ച നടക്കുന്നത് CPM അണികളെ പലപ്പോഴും വിശ്വാസപരമായ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസപരമായ കാര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്ന CPM-ഉം CPM-ന്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ജോത്സ്യനെയൊക്കെ കാണുന്നു എന്നുള്ളത് ഒരു വല്ലാത്ത രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ച നടക്കുകയാണ്. കാരണം ഒരു വശത്ത് ഹിന്ദു വിശ്വാസങ്ങളെ പരസ്യമായി അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നു. അതിനെ അവഹേളിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുകയും അവരെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതിനൊപ്പം തന്നെ രഹസ്യമായി ഇത്തരം കാര്യങ്ങളിലൊക്കെ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ഇരട്ടത്താപ്പ് നയമാണ് CPM സ്വീകരിക്കുന്നത് എന്നുള്ള വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ്. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിലമ്പൂരിൽ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് MV ഗോവിന്ദൻ ജോത്സനെ കണ്ടതായാണ് സമൂഹമാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്ന വിഷയം. ഇനി ഏതു രീതിയിൽ ഇത് പ്രതിരോധിക്കുമെന്നുള്ളത് നോക്കി തന്നെ കാണേണ്ട കാര്യമാണ്.